വിജയ് സംഗീത വിഷയം, അതായത് അവരുടെ വേർപിരിയലും വിവാഹബന്ധ മോചനമൊക്കെയായുള്ള സംസാരത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് ഇനി അവരോട് ഹാജരാകാൻ പറഞ്ഞ സമയം തന്നെയാണ്. ഒരു മാസത്തിന് ശേഷം ഓഗസ്റ്റ് 7-ാം തീയതിയാണ് കോടതി ആവശ്യപ്പെട്ട ചില രേഖകളുമായിട്ട് ഇവർ രണ്ടുപേരും ഹാജരാകാനുള്ളത്. ഡിവോഴ്സ് കേസുകൾ വാദിക്കുന്ന സമയം എല്ലാ പ്രാവശ്യവും അവരുടെ ഹർജിക്കാർ പോകണം എന്ന ഒരു നിർബന്ധവുമില്ല. എന്നാൽ അടുത്ത ഓഗസ്റ്റ് 7-ാം തീയതി വിജയും സംഗീതയും എത്തുന്നതോടെ തന്നെ ഈ കേസിന് പരിപൂർണമായിട്ടുള്ളൊരു അന്ത്യം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് വിജയ് CM ആയിരിക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ കോടതിയിൽ തന്നെ വരാനുള്ള ബുദ്ധിമുട്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു രേഖ മുന്നായി വയ്ക്കുമെന്നും അത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനടി വിധി കൊടുക്കാമെന്നുമാണ്. സംഗീതയ്ക്ക് കൂടി അതിൽ താല്പര്യമുണ്ടെങ്കിൽ വിധി ഉടനെ ലഭിക്കും. ഇത് ഡിവോഴ്സ് ഫയൽ ചെയ്തത് സംഗീതയായതുകൊണ്ട് തന്നെ സംഗീതയ്ക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതി അവർ കോടതിയിലെത്തി ഈ കേസിൻ്റെ തീർപ്പ് അറിയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മക്കളുടെ കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മക്കളും കോടതിയിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രായപൂർത്തിയായവരാണ് അവരുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ നിയമവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു കാര്യങ്ങളും ഇതിൽ തടസ്സമായില്ല. മക്കൾ കൂടി എത്തി അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ അറിയിക്കാൻ സാധിക്കുമെന്നും അവർക്ക് ആരോടൊപ്പം പോകണമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അറിയാൻ സാധിക്കുമെന്നും പറയുന്നു. എന്നാൽ മറിച്ച് ഇവർ വേർപിരിയുന്നില്ല എന്നാണ് തീരുമാനമെങ്കിലും നമുക്ക് അതറിയാൻ സാധിക്കും. അതുകൊണ്ട് ഓഗസ്റ്റ് 7-ാം തീയതി ഇവരുടെ മക്കൾ എന്തായാലും എത്തുമെന്നും വിജയും സംഗീതയും ഒരുമിച്ച് കോടതി മുറിയിൽ കാണുമെന്നും അന്നത്തോടെ തന്നെ ഈ കേസിൻ്റെ പരിപൂർണമായിട്ടുള്ള വിധി എന്താണെന്ന് അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, കൃത്യമായ നിർവഹണം ഈ ഒരു കേസിൽ നടത്തിയിട്ടുണ്ട് എന്നത്. സംഗീതയോട് വിജയുടെ അമ്മ സംസാരിക്കുകയും സംസാരവുമായി ബന്ധപ്പെട്ട് പലതും അവിടെ നടക്കുകയും ചെയ്തു എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ കേസിനുള്ളൊരു തീർപ്പ് എത്തുമെന്ന് പറയുന്നത്. ഇരുവരും ഒന്നിക്കാനാണ് സാധ്യത എന്നുകൂടി പറയുന്നു. കഴിഞ്ഞ ദിവസം കരൂരിൽ മാസങ്ങൾക്ക് ശേഷം വിജയ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ സ്പീച്ചിൽ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല വിഷമമുണ്ട് എന്നതുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വിജയ് സംഗീത വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അവരുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് യാതൊരു താല്പര്യവുമില്ലാത്ത ആരാധകർ ഇവർ ഒന്നിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹമായി പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ആരാധകരെല്ലാവരും ഈ വിധിക്ക് വേണ്ടി ഓഗസ്റ്റ് 7 വരെ കാത്തിരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.